ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ക്ലാരയാണ്. പ്രകാശത്തിന്റെ പുത്രി എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ക്ലാര 1194 ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. കുട്ടിക്കാലം മുതലേ പ്രാർത്ഥനാരൂപി നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടേത്. മാതാപിതാക്കൾ അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രഭാഷണങ്ങൾ അവളുടെ ജീവിതഗതി മാറ്റിയെഴുതി. ക്രിസ്തുനാഥൻ അവകാശപ്പെട്ടതാണ് താനെന്നും അതിനാൽ ക്രിസ്തുനാഥന് വേണ്ടി മാത്രമായിരിക്കും തന്റെ ജീവനെന്ന് അവൾ പ്രഖ്യാപിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സഹായത്തോടെ ക്ലാര സ്ത്രീകൾക്കായി ഓർഡർ ഓഫ് പുവർ ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ദരിദ്ര സമൂഹം എന്ന പേരിൽ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു. പക്ഷേ ഇന്നവർ അറിയപ്പെടുന്നത് പുവർ ക്ലാരാസ് അല്ലെങ്കിൽ ദരിദ്ര ക്ലാരമാർ എന്നാണ്. പ്രാർത്ഥനയും ആശ്രമത്തിലുള്ള ഒതുങ്ങിയ ജീവിതവുമാണ് ക്ലാര വിഭാവനം ചെയ്തിരുന്നത്. ഒരു ദിവസം ഫെഡറിക് രാജാവിന്റെ സൈന്യം ക്ലാരയുടെ ആശ്രമത്തെ ആക്രമിക്കാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ രോഗാവസ്ഥയിലായിരുന്ന ക്ലാര എഴുന്നേറ്റ് അരുളിക്കയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു. എന്നിട്ട് അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങയുടെ നാമം ഏറ്റുപറയുന്ന ആത്മാക്കളെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരശരീരി അവൾ കേട്ടു: എന്റെ സംരക്ഷണം ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയുകയില്ല. മരണഭീതിയായ ശത്രു സൈന്യം പിൻവാങ്ങുകയും ചെയ്തു. 1253 ഓഗസ്റ്റ് 11 59 വയസ്സിൽ ക്ലാര ഈശോയുടെ പീഡാനുഭവ ചരിത്രം ശ്രവിച്ചുകൊണ്ടിരിക്കെ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.